തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ഓരോ മുന്നണികളുടെയും അവകാശമാണ്. അതെന്ന് പ്രഖ്യാപിക്കണം അത് അവരാണ് തീരുമാനിക്കുക. ഇയാളാണോ LDFന്റെ സ്ഥാനാർത്ഥി എപ്പോൾ പ്രഖ്യാപിക്കണമെന്ന് തീരുമാനിക്കുന്നത്? ഇയാളുടെ ചെലവിലാണോ LDF ഉള്ളത്? ഈ ചെക്കന്റെ സംസാരം തീരെ പിടിക്കില്ല കേട്ടോ. 2-ാം തീയതിക്ക് മുൻപ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ മതി. അതാണ് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇയാൾ ഇലക്ഷൻ കമ്മീഷനേക്കാൾ വലിയ കമ്മീഷനാണ്. ഒന്ന് പോയി തരത്തി പോയി കളിക്കണ. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് മത്സരത്തിന് ഇറങ്ങിയ ആളുകളല്ല ഞങ്ങൾ. ഈ നിലമ്പൂരിന്റെ ഓരോ മുക്കിനും മൂലയ്ക്കും അറിയാവുന്ന സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്. കൃത്യമായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാൻ കഴിയാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ട്. ഇനി ഈ നാട്ടിലെ പാചക തൊഴിലാളികളുടെ അവസ്ഥ എന്താ? മുഖ്യമന്ത്രിയും കുടുംബവും ഉൾപ്പെടെയുള്ള ആളുകൾ നേരിടുന്ന അഴിമതി ആരോപണങ്ങൾ, CPMന്റെ പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത അഴിമതി ആരോപണങ്ങൾ നാട്ടിലുണ്ടാവുക. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. വലിയ അവകാശവാദ വ്യഗ്രതയിൽ കെട്ടിപ്പൊക്കിയ സാധനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയാണ്. കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ ദുർബലമായി പോകുന്ന ജനങ്ങളുടെ മുമ്പിൽ പറയാൻ മറുപടി ഇല്ലാത്ത തരത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന ദേശീയവാദയുടെ അവസ്ഥ പോലും ഒരു പുതിയ റീൽസ് ഇടാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. പിന്നെ പാലക്കാട് മത്സരിച്ചപ്പോൾ സരിന്റെ അവകാശവാദങ്ങളൊക്കെ ഇതിനേക്കാളും വലിയ അപ്പുറത്തായിരുന്നു. മൊത്തം UDF അങ്ങോട്ടേക്ക് പോവാണ് നിങ്ങൾ ഉൾപ്പെടെ വാർത്ത കൊടുത്തത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം UDFൻ്റെതാണ്. അതാണ് പൊളിറ്റിക്സിൽ പ്രധാനം. ആരെയും മോശമായിട്ടോ വിലകുറച്ച് കണ്ടിട്ടോ ഒന്നുമല്ല. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, ഈ ഭരണം മൂലം ഇതൊന്നും മാറണമെന്ന് ആഗ്രഹിക്കാത്ത CPMകാർ പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ.